പാരമ്പര്യ സ്വത്തുക്കളുടെ വലിയ സാമ്പത്തിക സുരക്ഷിതത്വമൊന്നും കിട്ടാത്ത പ്രൈവറ്റ് കമ്പനി ജോലികളിലൊക്കെ വ്യാപൃതരായിരിക്കുന്ന കേരളത്തിൽ നിന്ന് ജീവിക്കുന്ന ഒരു വലിയ ഭൂരിപക്ഷം സാധാരണക്കാരൻ്റെയും മിഡ് ലെവൽ പ്രൊഫഷണൽസിൻ്റെയും ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? ആയുസിൻ്റെ പകുതിയും അധ്വാനിച്ച് ബാങ്ക് ലോണുകളുടെ കെണിയിൽ വീണ് അവൻ പടുത്തുയർത്താനായിട്ട് ശ്രമിക്കുന്ന ഒന്നുണ്ട്, സ്വന്തമായി ഒരു മേൽവിലാസം അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു വീട്, ഒരു കൂട്. എന്നാൽ ഈ വികാരത്തെ, ഈ ആഗ്രഹത്തെ കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് ലോബികൾ എങ്ങനെയാണ് ഒരു വൻ ബിസിനസ് ചതിക്കുഴിയാക്കി മാറ്റുന്നത്? ഇതേ ടോപ്പിക്കിൽ ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. ഞാൻ എങ്ങനെ ഈ വിഷയത്തിലേക്ക് എത്തി, എനിക്കെന്തോ വലിയ ലാഭമുണ്ട് എന്നൊക്കെ ചില ആളുകൾ മുന്നത്തെ വീഡിയോയിൽ പറയുന്നത് കണ്ടു. സിമ്പിളാണ്. ഒരു 15 ലക്ഷം രൂപ നഷ്ടത്തിൽ നാട്ടിൻപുറത്തെ വീട് വിറ്റിട്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. വിഷമിച്ചിട്ട് കൊടുത്തൊന്നുമല്ല കേട്ടോ, സന്തോഷത്തോടെ തന്നെ കൊടുത്താണ്. ഞാനത് പ്രതീക്ഷിച്ച് തന്നെയാണ് പണിതത്. പെട്ടെന്നാകുമെന്ന് ഓർത്തില്ല എന്നുള്ളതേ ഉള്ളൂ. എങ്ങനെ ഉപയോഗിക്കും അത്? ഞങ്ങൾ രണ്ടാൾക്കും അവിടെ ജോലിയൊന്നും കിട്ടില്ല. ഡെയിലി അങ്ങോട്ട് വണ്ടി ഓടിച്ച് പോകാനായിട്ടുള്ള ചിലവ്, ഇന്ധന ചിലവ് ഈ കാലത്ത് ഒരു വാടക വീട് എടുക്കുന്നതിനേക്കാളും അധികമാണ്. പിന്നെ അമ്മ മരണപ്പെട്ടു, പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു, പിന്നെ എന്ത് ചെയ്യും? ഫുള്ളി ഫർണിഷ്ഡ് 3 BHK ഒരു AC വീട്, ഫുൾ ഫർണിച്ചർ അടക്കമാണ് അത് വിറ്റത്. ഇപ്പോൾ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നു. ഞാനൊരു വീട് ഈ ടൗണിന് പരിസരത്ത് എടുത്തിട്ടുണ്ട്. പക്ഷേ പണ്ടത്തെ ഇതുപോലെ അത്ര സ്മൂത്ത് ആയിട്ടുള്ള ഒരു പർച്ചേസ് ഒന്നും ആയിരുന്നില്ല. അത്രയധികം ക്യാഷ് ബാലൻസ് ഇല്ല. കാരണം നമ്മുടെ സമ്പാദ്യവും അതേപോലെ തന്നെ നമ്മുടെ കരിയറിന് തുടക്കം മുതൽ തന്നെ നമ്മൾ കൂട്ടിവെച്ച സംഭവങ്ങളെല്ലാം ഒരിടത്ത് സ്പെൻഡായി പോയല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീടൊക്കെ പണിയാൻ ആഗ്രഹിക്കുന്ന വളരെ യങ്ങായിട്ടുള്ള ആളുകളോട് ഞാൻ ചില ഉപദേശങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കാവുള്ളൂ. നിങ്ങൾ സ്ഥിരമായിട്ട് ഒരിടത്ത് താമസിക്കുകയാണ്, അവിടെ സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുകയാണ്, അതുമൂലം നിങ്ങൾക്ക് എക്സ്ട്രാ ചിലവുകളൊന്നും ഉണ്ടാവില്ല, വളരെ സ്മൂത്താണ് എന്നുണ്ടെങ്കിൽ മാത്രം അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾ മറ്റൊരിടത്ത്, നിങ്ങളുടെ സ്വപ്നം വേറൊരിടത്ത് നിങ്ങൾക്കത് ഉപയോഗിക്കാനായിട്ടോ അനുഭവിക്കാനായിട്ടോ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ ലോസ് ഉണ്ടാക്കും. ഈ പാർപ്പിടവുമായി ബന്ധപ്പെട്ട്, റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ഓരോരോ പുതിയ കെണികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഞാൻ പുതിയൊരു വീട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് നടത്തിയ അന്വേഷണങ്ങൾക്കിടയിൽ ഞാൻ കണ്ടെത്തിയ ചില കെണികളൊക്കെ ഉണ്ട്. ഞാൻ നൈസിന് രക്ഷപ്പെട്ട ചില കെണികളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചിട്ടൊന്ന് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതുപോലെ ഒത്തിരിയധികം കാര്യങ്ങളുണ്ട്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കുന്നു. വരും ദിവസങ്ങളിൽ, വരുന്ന ആളുകളിൽ പുതിയ പുതിയ കാര്യങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ അനുഭവങ്ങളും കൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. തെക്കൻ കേരളത്തിൻ്റെ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ചിട്ട് എനിക്ക് കൃത്യമായിട്ട് അറിയത്തുള്ളൂ. തെക്കൻ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ദമ്പതികൾക്ക് അവരുടെ ജീവിത സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെടുന്ന ഒരു വലിയ ബഡ്ജറ്റ് ഫ്ലാറ്റ് കോൺക്രീറ്റ് കെണിയുടെ കഥയിൽ നിന്ന് നമുക്ക് ഇന്നത്തെ അന്വേഷണങ്ങൾ ആരംഭിക്കാം. അനൂപ് വയനാട്ടിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ അംഗമാണ്. കോട്ടയത്തെ ഒരു പ്രമുഖ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ PR ആയിട്ട് ജോലി ചെയ്യുന്നു. ഒരു കഥയാണ്, നിങ്ങളിങ്ങനെ മനസ്സിൽ കാണണം. അനു കോഴിക്കോട്ടുകാരിയാണ്. ഇതേ ഹോസ്പിറ്റലിലെ മെഡിക്കായിട്ടുള്ളൊരു ICU നേഴ്സാണ്. ഒരു പ്രണയവിവാഹമായിരുന്നു ഇവരുടേത്. നാട്ടിൽ നിന്നും മാറി തങ്ങൾ ജോലി ചെയ്യുന്ന കോട്ടയം നഗരത്തിൽ തന്നെ സ്ഥിരതാമസമാക്കാനായിട്ട് ഇവരങ്ങ് തീരുമാനിച്ചു. മാസം തോറും നൽകുന്ന 20,000 വാടക ഒഴിവാക്കണം, ഭാവിക്കായിട്ട് സ്വന്തമായിട്ട് ഒരു ആസ്തി അഥവാ അസറ്റ് ഉണ്ടാക്കണം, കുട്ടികളെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടേ, അവർ സ്വന്തം വീട്ടിൽ വളരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇതായിരുന്നു ആ യുവ ദമ്പതികളുടെ ലക്ഷ്യം. ടൗണിൽ വീടുകൾ വാങ്ങാൻ നോക്കിക്കഴിഞ്ഞാൽ അടുക്കാൻ പറ്റാത്ത റേറ്റാണ്. പിന്നെ വീടിനെ കുറിച്ചിട്ട് ഓർക്കുമ്പോൾ ഒരു താല്പര്യക്കുറവുണ്ട്. സേഫ്റ്റി, സെക്യൂരിറ്റി അതൊക്കെ കുറവാണല്ലോ. അങ്ങനെയാണ് അവർ കോട്ടയം ടൗണിൽ ഒരു പ്രമുഖ ഫ്ലാറ്റ് സമുച്ചയം കാണാൻ വേണ്ടി പോകുന്നത്. 1 ഏക്കറിൽ താഴെയുള്ള ഭൂമിയിൽ 130ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു കൂറ്റൻ കോൺക്രീറ്റ് ടവർ. ഉടനെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മികച്ച ഓഫറോടെ ഒരു 3 BHK നൽകാമെന്ന് ബിൽഡർ ഉറപ്പും കൊടുത്തു. ബിൽഡറുടെ ബ്രോഷറുകളിലും പരസ്യങ്ങളിലൊക്കെ പറഞ്ഞത് അതൊരു ലക്ഷറി 3 BHK സ്പേസ് ആണെന്നാണ്. ആ ഒരു ലക്ഷറി അതേപടി ഫീൽ ചെയ്യുന്ന ഒരു സാമ്പിൾ ഫ്ലാറ്റും അവിടെ ബിൽഡർ അവർക്കായിട്ട് കാണിച്ചു കൊടുത്തു. ഒരു 5 സ്റ്റാർ ഹോട്ടൽ മോഡ് തോറ്റുപോകുന്ന ആഡംബര വസതി. എന്നാൽ അതിൻ്റെ സൂപ്പർ ബിൽറ്റപ്പ് ഏരിയ വെറും 900 സ്ക്വയർ ഫീറ്റ് മാത്രമാണ്. സൂപ്പർ ബിൽറ്റപ്പ് ഏരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് യുവർ പ്രൈവറ്റ് ലിവിംഗ് സ്പേസ് പ്ലസ് എ പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഓഫ് ഓൾ കോമൺ ഏരിയാസ് ഇൻ ദ ബിൽഡിംഗ്. അതിനകത്ത് നിങ്ങളുടെ പ്രൈവറ്റ് ബാൽക്കണീസ് വരുന്നുണ്ട്. പിന്നെ കോമൺ സ്പേസിനകത്തൊക്കെ നിങ്ങൾക്കുള്ള ഒരു ഷെയർ ഏകദേശം അതിനകത്ത് വരുന്നുണ്ട്. കാർപ്പറ്റ് ഏരിയ ആണ് നമുക്ക് വീടിനകത്ത് നടക്കാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. ബിൽഡർ വളരെ മാന്യനാണ്. MT ഫ്ലാറ്റും സാമ്പിൾ ഫ്ലാറ്റും അവർക്കായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നോക്കിയപ്പോൾ MT ഫ്ലാറ്റ് നോക്കിയപ്പോൾ ചെറുതാണ്, പക്ഷേ കയ്യിലൊതുങ്ങും. ഇന്റീരിയർ ചെയ്ത് കഴിഞ്ഞാൽ ഭംഗിയാക്കാം. സാമ്പിൾ ഫ്ലാറ്റ് കണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഐഡിയയിൽ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. മൊത്തം വില 55 ലക്ഷം രൂപ. കിച്ചൺ പിന്നെ ബിൽഡർ ഓഫറിൽ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാമെന്നുള്ള ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. കയ്യിലുണ്ടായിരുന്ന ചെറിയ സമ്പാദ്യവും 30 വർഷത്തെ ഭീമമായിട്ടുള്ള ബാങ്ക് EMIയും തലയിൽ വെച്ചിട്ടാണ് അവർ വാങ്ങാനായിട്ടുള്ള തുക ഒപ്പിച്ചത്. അനൂപിൻ്റെ കയ്യിൽ നിന്ന് പോയി യഥാർത്ഥ ചിലവ് എത്രയാണെന്ന് നോക്കാം. ഫ്ലാറ്റിൻ്റെ അടിസ്ഥാന വില 47 ലക്ഷം രൂപ. രജിസ്ട്രേഷൻ ഫീസും സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഉൾപ്പെടെ 4.5 ലക്ഷം രൂപ. ലീഗൽ മിസ്ലേനിയസ് ചാർജുകളെല്ലാം കൂടെ 1 ലക്ഷം രൂപ. ഇന്റീരിയർ കിച്ചൺ വർക്കുകളെല്ലാം കൂടെ 3 ലക്ഷം രൂപ. ആകെ മൊത്തം 55.5 ലക്ഷം രൂപ. രണ്ടുപേരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ നിക്ഷേപം. ഫ്ലാറ്റിന് താക്കോല് കിട്ടി ബാക്കിയുള്ള ഇന്റീരിയറൊക്കെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് കൊട്ടേഷൻ എടുത്ത സമയത്താണ് അവർക്ക് മനസ്സിലായത് സാമ്പിൾ ഫ്ലാറ്റ് പോലെ ചെയ്യാനായിട്ട് ഏകദേശം 10 ലക്ഷം രൂപ മിനിമം ആകും. ആ ആഗ്രഹം അങ്ങോട്ട് വിട്ടു. ഒരു 3 ലക്ഷം മുടക്കി ചില്ലറ വർക്കുകളൊക്കെ ചെയ്തു. അതാണ് ഞാൻ 3 ലക്ഷത്തിന് കണക്ക് പറഞ്ഞത്. അത്യാവശ്യം വേണ്ട ഫർണിച്ചറുകൾ ഓൺലൈനായിട്ടും കടയിൽ നിന്നൊക്കെ വാങ്ങി. ക്രെഡിറ്റ് കാർഡിൽ നിന്നാണ് വാങ്ങിയത്. ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മികച്ച ക്രെഡിറ്റ് കാർഡുകളുടെ ലിങ്കുകൾ ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ
ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിലവിൽ സ്മാർട്ടായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് ക്രെഡിറ്റ് കാർഡ് ഒരു ഗംഭീര ടൂൾ തന്നെയാണ്. സാമ്പത്തിക അച്ചടക്കം ഇല്ല എന്നുണ്ടെങ്കിൽ റിസ്ക്കാണ്. അച്ചടക്കം ഉണ്ടാക്കാനായിട്ട് കാർഡുകൾ ബെസ്റ്റാണ്. ഇനി ഓക്കെ, കഥയിലേക്ക് തിരികെ വരാം. അത്യാവശ്യം വേണ്ട ഫർണിച്ചറൊക്കെ വാങ്ങി വന്നപ്പോഴാണ് അനൂപിന് മനസ്സിലായത് ഒരു കിങ് സൈസ് ബെഡും കബോർഡും കൂടെ റൂമിൽ വെച്ച് കഴിഞ്ഞാൽ മാസ്റ്റർ ബെഡ്റൂമിൽ നടക്കാൻ പോലും തീരെ സ്പേസ് ഇല്ല. ബാക്കി മുറികളുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. പിന്നീട് സ്ഥലം മൊത്തത്തിൽ അളന്ന് ഫർണിച്ചറൊക്കെ അവർക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കേണ്ടി വന്നു. താമസം തുടങ്ങിയ സമയത്താണ് അനുവിനും ആ ഒരു ക്രൂരമായിട്ടുള്ള യാഥാർത്ഥ്യം മനസ്സിലായത്. കാര്യം അതൊരു 3 BHK ഫ്ലാറ്റാണ്, പക്ഷേ മുറികളിലോട്ട് സ്ഥലമില്ല. 40,000 രൂപ EMI അടയ്ക്കുന്ന ഈ ഫ്ലാറ്റിൽ മുന്നേ താമസിച്ച 20,000 രൂപയുടെ ഫുള്ളി ഫർണിഷ്ഡ് വീടിൻ്റെ 10-1 ഇടയില്ല. നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും കൂടെ വരുന്ന സമയത്ത് ശ്വാസം മുട്ടുന്ന അവസ്ഥയാണ്. ചെറിയ വീടുകളിൽ ആളുകൾ സന്തോഷത്തോടെ താമസിക്കുന്നുണ്ട്, ശരിയാണ്, മനുഷ്യൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം. പക്ഷേ ഈ മാനവികതയൊന്നും നാട്ടിൻ പുറത്തെ ചെറിയ വീടാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം മുറ്റമൊക്കെ ഉള്ള ഏരിയയൊക്കെ ഉള്ള ഒരു വീട്ടിൽ നിന്ന് വന്ന അനൂപിനും തോന്നിയില്ല. ഇനി മുന്നോട്ടേക്ക് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 വർഷത്തെ EMI അടയ്ക്കാനുണ്ടേ. വാടകയ്ക്ക് കൊടുത്തിട്ട് ഇനി വേറെ ഏതെങ്കിലുമൊക്കെ നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 18,000 രൂപ മാക്സിമം കിട്ടിയാലായി, അല്ലെങ്കിൽ 20 ലക്ഷം ഉണ്ടെങ്കിൽ കിട്ടും. മെയിൻ്റനൻസ് 3,000 എക്സ്ട്രാ കിട്ടാൻ വേറെ വഴിയൊന്നുമില്ല. എന്നാൽ ലോൺ തുക വീണ്ടും കയ്യിൽ നിന്ന് അടയ്ക്കണം. അങ്ങനെ അടച്ച് സ്വന്തമാക്കിയാൽ ഭാവിയിൽ ഇതുകൊണ്ട് ഗുണമുണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. ഫ്ലാറ്റ് നമ്മുടെ സ്വന്തമാണെന്നുണ്ടെങ്കിലും താമസിച്ചാലും ഇല്ലെങ്കിലും 3,000 രൂപ 4,000 രൂപ എല്ലാ മാസം അസോസിയേഷനിലേക്ക് അടയ്ക്കേണ്ടതുണ്ട്. ആകെ ഇങ്ങനെ മൂട് പോയി ദിനങ്ങൾ ഇങ്ങനെ തള്ളി നീക്കിയിരിക്കുമ്പോൾ ബാൽക്കണിയുടെ ജനലൊക്കെ തുറന്നു കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചയോ അപ്പുറത്തെ ടവറിലുള്ള ആളുകളുടെ ബാൽക്കണി. പ്രകൃതി ഭംഗിയോ പച്ചപ്പോ ആകാശമോ ഒന്നും നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. തൊട്ടടുത്തുള്ള ടവറിന്റെ കോൺക്രീറ്റ് ചുവരുകൾ മാത്രമാണ് പല ഫ്ലാറ്റുകളിൽ നിന്നും ബാൽക്കണിയിൽ നിന്നും കാണാൻ പറ്റുന്നത്. റൂമിൽ നിന്ന് നോക്കുമ്പോൾ അപ്പുറത്തെ ഫ്ലാറ്റിന്റെ അടുക്കളയിലേക്ക് നോക്കി നിൽക്കേണ്ടി വരുന്ന സ്വകാര്യതയില്ലാത്തൊരു ജനാല കാഴ്ച. സ്വന്തമായിട്ട് ഒരു ചെറിയ ആകാശ കാഴ്ചയോ പ്രകൃതിദത്തമായ വെളിച്ചമോ ഇല്ലാതെ വെറും ഒരു ഇരുണ്ട കോൺക്രീറ്റ് കൂടാരത്തിനുള്ളിൽ അവരുടെ ലക്ഷറി സ്വപ്നങ്ങളൊക്കെ ശ്വാസം മുട്ടി അങ്ങോട്ട് ചത്തുപോയി. ഇത് അനൂപിൻ്റെയും അനുവിൻ്റെയും മാത്രം കഥയല്ല. ഇതുപോലെ ഒത്തിരിയധികം ആളുകൾക്ക് പണി കിട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരത്തും കൊച്ചിയിലും കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലും ഒക്കെ ഇത്തരത്തിലുള്ള 700-900 സൂപ്പർ ബിൽറ്റപ്പ് ഏരിയ പറഞ്ഞ് വിറ്റ കുറേയധികം കുള്ളൻ ഫ്ലാറ്റുകളിൽ കുടുങ്ങിപ്പോയിട്ടുള്ള 100 കണക്കിന് മധ്യവർഗ കുടുംബങ്ങളുണ്ട്. അവരിൽ ചില ആളുകൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്, അവരതിൽ ഓക്കെയാണ്. എന്നാലും ഭൂരിപക്ഷം ആളുകളും ഒരു സ്വപ്ന ഭവനം എന്നുള്ള രീതിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ബിൽഡർമാർ ലാൻഡ് പ്രൈസ് കുറവുള്ള ഈ സബർബൻ ഏരിയകളിലും ടയർ 3 നഗരങ്ങളിലുമൊക്കെ ഇത്തരം ചെറിയ ഫ്ലാറ്റുകൾ നിർമ്മിക്കാനായിട്ട് താല്പര്യം കാണിക്കുന്നത്? ഇതിന് പിന്നിൽ കൃത്യമായിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ ലോബി ട്രാപ്പ് ഉണ്ട്. ഒരു പ്രീമിയം ബിൽഡിങ്ങിൽ ഒരു 3 BHK എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് 1,200 മുതൽ 1,600 സ്ക്വയർ ഫീറ്റ് വരെയൊക്കെ ഉണ്ടായിരിക്കണം. കാരണം ആ ശേഷിയുള്ള IT പ്രൊഫഷണലുകളും ബിസിനസ്സുകാരും ഇഷ്ടംപോലെ ഉണ്ടേ. അവരുടെ ആകെ വരുമാനത്തിൻ്റെ 10%, ഭാവിയിലെ സമ്പാദ്യത്തിൻ്റെ 2% ഒക്കെയാണ് പലപ്പോഴും അവർ ഇതിനായിട്ടൊക്കെ ചെലവഴിക്കുന്നത്. അത്രയൊക്കെ ആകുമ്പോൾ, അത്രയൊക്കെ സമ്പാദ്യമൊക്കെ ആവുന്ന സമയത്ത് മാത്രമേ അവരിൽ പല ആളുകളും ഇതൊക്കെ വാങ്ങാറുള്ളൂ. അതുവരെ നമുക്കിപ്പോൾ വലുതെന്ന് തോന്നുന്ന റെൻ്റൊക്കെ നൽകി നിൽക്കാനായിട്ട് അവർ ഓക്കെയാണ്. പക്ഷേ സാധാരണക്കാരന് വാടക വിടുന്നത് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും വലിയ വിഷമാണ്. അവനൊരു ഐഡൻറ്റിറ്റി, അഡ്രസ്സൊക്കെ ഒരു ആഗ്രഹമൊക്കെയാണെന്നേ. നാട്ടിൻ പുറത്തെ വീടുകളിലെ കഷ്ടപ്പാടുകളിൽ നിന്ന് പുറത്ത് കിടന്ന് സ്വന്തമായിട്ട് നഗരം നൽകുന്ന തൊഴിലുകളൊക്കെ ചെയ്ത് ജീവിക്കുന്ന പല ആളുകളുമാണ് നഗരങ്ങളിലേക്ക് എത്തിയിട്ടുള്ള മലയാളികൾ. ബിൽഡർമാർ ജനങ്ങളുടെ ഈ സൈക്കോളജി വെച്ചിട്ടാണ് കളിക്കുന്നത്. ഒരു മിഡ് ലെവൽ ശമ്പളക്കാരന് ഒരു പഴയ 2 BHK വാങ്ങാനായിട്ടുള്ള സാമ്പത്തിക ശേഷിയെ കാണത്തുള്ളൂ. അതായത് ഏകദേശം 45 ലക്ഷം മുതൽ 55 ലക്ഷം രൂപ വരെ. എന്നാൽ ബിൽഡർമാർ എന്ത് ചെയ്യും? അതേ 45-50 ലക്ഷം രൂപ ബഡ്ജറ്റിൽ അവരൊരു 3 BHK അങ്ങോട്ട് ഓഫർ ചെയ്യും. കേൾക്കുന്ന സമയത്ത് സാധാരണക്കാർക്ക് വലിയ ലാഭം തോന്നും. 50 ലക്ഷത്തിന് 3 BHK കിട്ടുന്നു. കുടുംബത്തിലെ എല്ലാ ആളുകൾക്കും മുറിയായി. പക്ഷേ ആരും സ്ക്വയർ ഫീറ്റ് കൃത്യമായിട്ട് നോക്കാറില്ല. അതിൻ്റെ കാർപ്പറ്റ് ഏരിയ 700 അല്ലെങ്കിൽ 800 സ്ക്വയർ ഫീറ്റ് മാത്രമൊക്കെ ആയിരിക്കും. 2 ബെഡ്റൂം വരേണ്ട സ്ഥലത്ത് അവർ 3 ബെഡ്റൂമുകൾ ഇങ്ങനെ കുത്തി നിറയ്ക്കും. തിരുവനന്തപുരത്ത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ചില ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ 750 സ്ക്വയർ ഫീറ്റ് ഒക്കെ സൂപ്പർ ബിൽറ്റപ്പ് ഏരിയ ഉള്ള ഫ്ലാറ്റുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ബലം എന്താണ്? കാറ്റും വെളിച്ചം കിടക്കാത്ത, അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് കടന്ന് നമ്മളെ പുഴുങ്ങിയെടുക്കുന്ന വളരെ ഇടുങ്ങിയ ശ്വാസം മുട്ടിക്കുന്ന മുറികളായിരിക്കും നമ്മുടെ വീട്ടിലുണ്ടാവുക. പാവപ്പെട്ട പല മിഡ് ലെവൽ പ്രൊഫഷണലുകളും ഈ ലക്ഷറി 3 BHK എന്ന ബോർഡിൽ അങ്ങനെ വീണു പോവുകയാണ്. തങ്ങൾ വാങ്ങുന്നത് വലിയൊരു അസറ്റാണെന്നുള്ള വ്യാമോഹത്തോടെ അവർ ആ ഒരു കെണിയിൽ ഒപ്പിടും. ടയർ 3 നഗരങ്ങളിലൊക്കെ ഭൂമിയുടെ വില താരതമ്യേന കുറവാണ്. ഒരു സെൻറ്റിന് 6 ലക്ഷം 8 ലക്ഷം ഒക്കെ ഉള്ള ഭൂമി വാങ്ങി അവിടെ മെട്രോ നഗരങ്ങളിലെ കെട്ടിടങ്ങളിൽ അതേ ചതുരശ്ര അടി വില ഈടാക്കുന്ന സമയത്ത് ബിൽഡർമാർ കൊയ്യുന്നത് 100 മേനി ലാഭമാണ്. എന്നാൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ കോൺക്രീറ്റ് ടവറുകൾക്ക് ഒരു പോസിറ്റീവ് വശം ഉണ്ട് കേട്ടോ. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. കേരളം പോലുള്ള ഒരു ചെറിയ സംസ്ഥാനത്ത് ജനസാന്ദ്രത വളരെ കൂടുതലാണ്, ഭൂമി പരിമിതമാണ്. 100 കുടുംബങ്ങൾ 5 സെൻറ്റ് വീതം വാങ്ങി 100 ഇൻഡിപെൻഡൻറ്റ് വീടുകൾ വെച്ചാൽ അതിന് 500 സെൻറ്റ്, അതായത് 5 ഏക്കറോളം ഭൂമി വേണം. അത്രയും സ്ഥലത്തെ മരങ്ങൾ വെട്ടിമാറ്റപ്പെടുന്നു, വയലുകൾ നികത്തപ്പെടുന്നു. പ്രകൃതിക്ക് അത് വലിയ ദോഷമാണ്, വലിയൊരു ആഘാതം ഉണ്ടാക്കും. അതിന് പകരമായി 1 ഏക്കർ ഭൂമിയിൽ 100-ലധികം കുടുംബങ്ങൾ ലംബമായി വെർട്ടിക്കലി ഒന്നിച്ച് താമസിക്കുമ്പോൾ ബാക്കി വരുന്ന ഭൂമി സംരക്ഷിക്കപ്പെടുന്നു. കൃഷിക്കോ വനവൽക്കരണത്തിനോ അതൊക്കെ ഉപയോഗിക്കാം. ഗ്രീൻ ലിവിംഗ് അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണം എന്ന രീതിയിൽ ഇത് വളരെ നല്ലൊരു കാര്യമാണ്. കൂടാതെ ഫ്ലാറ്റിൽ 24 മണിക്കൂർ സെക്യൂരിറ്റി, കേന്ദ്രീകൃത വേസ്റ്റ് മാനേജ്മെൻറ്റ്, കുട്ടികളുടെ സുരക്ഷിതമായിട്ടുള്ള കളിസ്ഥലം, ഒരുമിച്ച് ജീവിക്കുന്ന നല്ലൊരു കമ്മ്യൂണിറ്റി ലൈഫ് തുടങ്ങിയവയെല്ലാം ഈ ഫ്ലാറ്റ് ലൈഫിൻ്റെ വലിയ ഗുണങ്ങളാണ്. ഇന്ന് പല ഈ കോമ്പൗണ്ട് വാൾ കെട്ടിത്തിരിച്ച വീടുകളിലും ഇതൊന്നുമില്ല.
പക്ഷേ ഇവിടെയാണ് നമ്മുടെ ചോദ്യം. പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൻ്റെ പേരിൽ ബിൽഡർമാർ എന്തിനാണ് ഈ പാവപ്പെട്ട ജനങ്ങളെ കൊള്ളയടിക്കുന്നത്? പ്രകൃതിക്ക് നല്ലതാണെന്ന് കരുതി ഒരു ഫ്ലാറ്റ് വാങ്ങുന്ന കുടുംബത്തിന് അത് സാമ്പത്തികമായി നല്ലൊരു തീരുമാനമാണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഇടുങ്ങിയ ഫ്ലാറ്റുകൾ വാങ്ങുന്ന ആളുകൾക്ക് ഒരു അസറ്റ് അഥവാ സാമ്പത്തിക ആസ്തിയാണോ, അതോ ആയുസെത്തുന്നതിന് മുൻപ് മൂല്യമില്ലാതാകുന്ന ബാധ്യതയാണോ? ഇനി നമ്മൾ സംസാരിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് ലോബികൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചാണ്. അതാണ് ഡിപ്രിസിയേഷൻ. റിയൽ എസ്റ്റേറ്റിൽ എപ്പോഴും ഭൂമിയുടെ വിലയാണ് വർദ്ധിക്കുന്നത്, അപ്രിസിയേഷൻ അവിടെയാണ് നടക്കുന്നത്. എന്നാൽ കെട്ടിടങ്ങളുടെ വില എപ്പോഴും കുറയുകയാണ് ചെയ്യുന്നത്. ഡിപ്രിസിയേഷൻ കെട്ടിടങ്ങൾക്കാണ്. നിങ്ങൾ കോട്ടയത്തോ തിരുവല്ലയിലോ തിരുവനന്തപുരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലോ ഒരു സെന്റിന് 10 ലക്ഷത്തിൽ താഴെ മാത്രം വിലയുള്ള ഒരിടത്ത് ഒരു 5 സെന്റ് സ്ഥലം ഒരു വീടും വാങ്ങിക്കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിയുന്തോറും അതിൻ്റെ ഭൂമി വില ഇരട്ടിയാകും. കാരണം ഭൂമി പരിമിതമാണ്, അത് മനുഷ്യന് നിർമ്മിക്കാൻ കഴിയില്ല. എന്നാൽ ഒരു ഫ്ലാറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഭൂമിയുടെ അവകാശം, അതിനെ UDS എന്നാണ് പറയുന്നത്, അൺഡിവൈഡഡ് ഷെയർ എന്ന് പറയും. ഒരു ഏക്കറിൽ 130 150 കുടുംബങ്ങൾ താമസിക്കുമ്പോൾ നിങ്ങളുടെ പേരിലുള്ള UDS, നിങ്ങൾക്ക് ആ സ്ഥലത്തിലുള്ള ഷെയർ എന്ന് പറയുന്നത് 1/2 സെന്റിൽ താഴെ ആയിരിക്കും. 10-15 വർഷം കഴിയുമ്പോൾ ആ കോൺക്രീറ്റ് കെട്ടിടത്തിന് പഴക്കം വരുന്നു, അതിലെ ലിഫ്റ്റുകൾ കേടാകുന്നു, പ്ലംബിങ്ങിന് പണികൾ വരുന്നു, ചുവരുകളിലൊക്കെ ഈർപ്പം തട്ടിയിട്ട് പായൽ പിടിക്കുന്നു. അതോടെ ആ ഫ്ലാറ്റിൻ്റെ ഡിപ്രിസിയേഷൻ വളരെ വേഗത്തിലാകുന്നു. ഇന്ത്യൻ നികുതി നിയമപ്രകാരം പോലും കെട്ടിടങ്ങൾക്ക് മാത്രമാണ് ഡിപ്രിസിയേഷൻ ഉള്ളത്, ഭൂമിക്കല്ല. കോട്ടയം പോലുള്ള ഒരു ടയർ 3 നഗരത്തിലെ ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ 55 ലക്ഷം രൂപയ്ക്ക് ഇവിടെ ഒരു ഫ്ലാറ്റ് 700 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ 10 വർഷം കഴിഞ്ഞ് വിൽക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങിയ വില പോലും തിരിച്ച് കിട്ടിയെന്ന് വരില്ല. കാരണം സെക്കൻഡ് ഹാൻഡ് ഫ്ലാറ്റുകൾ വാങ്ങാനായിട്ട് ആളുകൾ മടിക്കും. അവർക്ക് പുതിയ ഫ്ലാറ്റുകൾ കിട്ടാനുണ്ടെന്നേ അവർ പുതിയ ഫ്ലാറ്റുകളിലേക്ക് പോകും. അവർക്ക് വീണ്ടും വീണ്ടും ബഡ്ജറ്റ് ഫ്ലാറ്റുകൾ ഉണ്ടാകും. കാരണം സ്ക്വയർ ഫീറ്റ് കുറച്ച് എണ്ണം കൂട്ടി നില ഇങ്ങനെ കൂട്ടി അങ്ങ് ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഈ സമയത്ത് 55 ലക്ഷം രൂപയ്ക്ക് നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിങ്ങൾ എല്ലാ പേപ്പറുകളും ക്ലിയർ ആയിട്ടുള്ള, എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടുള്ള, ഉപയോഗിച്ചതോ പുതിയതോ ആയിട്ടുള്ള ഒരു 1200 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് വാങ്ങിക്കഴിഞ്ഞാൽ, നല്ലൊരു വീട് 5 സെന്റോ അല്ലെങ്കിൽ 3 സെന്റോ ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 വർഷം കഴിയുമ്പോൾ ആ ഒരു വീടിൻ്റെ വില ഇരട്ടിയായിട്ട് ലഭിക്കും. അല്ല, നിങ്ങളിപ്പോൾ അത്യാവശ്യമായിട്ട് താമസിക്കാനായിട്ടാണ് നിങ്ങൾക്ക് ഫ്ലാറ്റ് വേണമെന്നുണ്ടെങ്കിൽ യൂസ്ഡ് ഫ്ലാറ്റ് വളരെ ലാഭമാണ്. 1200 1500 സ്ക്വയർ ഫീറ്റ് ഫ്ലാറ്റൊക്കെ നിങ്ങൾക്ക് ഒരു 50 ലക്ഷത്തിൽ താഴെയൊക്കെ കിട്ടും. നിങ്ങൾക്ക് താമസിക്കാനാണെന്നുണ്ടെങ്കിൽ പുതിയ ഫ്ലാറ്റിനേക്കാളും നല്ലത് പഴയ ഫ്ലാറ്റാണ്. കാരണം അവിടെ താമസിച്ച ആളുകളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. അവിടെ വളരെ സ്റ്റേബിളായിട്ട് പോകുന്ന ഒരു അസോസിയേഷൻ ഉണ്ടാകും. അതേപോലെ തന്നെ പഴയ ഫ്ലാറ്റുകളിൽ യൂണിറ്റുകൾ കുറവാണ്. ഇപ്പോൾ 1 ഏക്കർ അല്ലെങ്കിൽ 1.5 ഏക്കറിലൊക്കെ ചിലപ്പം 10-60 കുടുംബം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ UDSും വളരെ കൂടുതലായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ പുതിയ ഫ്ലാറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ വീട് പോലെയല്ല. കേരളത്തിൽ 90% ഫ്ലാറ്റുകളുടെയും വില കുറയും ഭാവിയിൽ. ഫ്ലാറ്റ് വാങ്ങുമ്പോൾ നല്ല സ്ഥലം നോക്കി, ഭാവി നോക്കി കാശ് മുടക്കാലേ നടക്കത്തുള്ളൂ. അവിടെയാണ് ബിൽഡർമാർ പാവങ്ങളെ കൊള്ളയടിക്കുന്നത്. വില കുറഞ്ഞ ഭൂമിയിൽ കോൺക്രീറ്റ് കൂടുകൾ ഇങ്ങനെ കെട്ടിപ്പൊക്കി അതിന് വൻ നഗരങ്ങളിലെ വില ഈടാക്കി നിങ്ങൾ വെറും കൈയോടെ ഇറക്കി വിടുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇനി നമുക്ക് കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ചിത്രം വെച്ചിട്ട് ഒരു ഏകദേശ കണക്കുകൂട്ടൽ നടത്താം. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് ടൗൺ സെൻറ്ററുകളിലെ മാർക്കറ്റല്ല, കോട്ടയം, പത്തനംതിട്ട, കൊച്ചി റൂറൽ, പാലക്കാട്, തൃശ്ശൂർ റൂറൽ എന്നീ പ്രദേശങ്ങളിലൊക്കെ ഉള്ളത്. വലിയ നഗരങ്ങളിൽ IT മേഖലയും വലിയ വ്യവസായങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഫ്ലാറ്റുകൾക്ക് എപ്പോഴും ആവശ്യക്കാരുണ്ട്, റീസെയിൽ എളുപ്പമാണ്. എന്നാൽ കേരളത്തിലെ മധ്യ തിരുവിതാംകൂർ അടക്കമുള്ള ടയർ 3 നഗരങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നത് പ്രധാനമായിട്ടും NRI ഫണ്ടാണ്. പ്രവാസികൾ ഗൾഫിലും യൂറോപ്പിലും ഇരുന്ന് തങ്ങളുടെ നാട്ടിലെ ടൗണുകളിൽ ഇത്തരം ഫ്ലാറ്റുകളൊക്കെ വാങ്ങിയിടാറുണ്ട്. അവർക്കിത് വർഷത്തിൽ ഒരിക്കൽ വരുമ്പോൾ താമസിക്കാനായിട്ടുള്ള ഒരു ഹോളിഡേ ഹോം മാത്രമാണ്. പക്ഷേ നാട്ടിൽ ജീവിക്കുന്ന, ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞ അനൂപിനെയും അനുവിനെയും പോലെയുള്ള സാധാരണ പ്രൊഫഷണലുകൾ ഇത് കണ്ട് അനുകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ചതിയിൽ വിടുന്നത്. പ്രവാസികൾ പണം മുടക്കുന്നത് അവരുടെ സർപ്ലസ് വരുമാനത്തിൽ നിന്നാണ്. എന്നാൽ നാട്ടിലുള്ള ആളുകൾ മുടക്കുന്നത് തങ്ങളുടെ ജീവിതം പണയം വെച്ചിട്ടുള്ള ലോൺ തുകയാണ്. കേരളത്തിലെ ഭൂമിയുടെ ഫെയർ വാല്യൂ സർക്കാർ ഓരോ വർഷവും കൂട്ടുന്നുണ്ട്. എന്നാൽ കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ, സിമന്റ്, കമ്പി എന്നിവയുടെ വിലക്കയറ്റം കാരണം പുതിയ ഫ്ലാറ്റുകളുടെ വില ബിൽഡർമാർ ഇങ്ങനെ കുത്തനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിലക്കയറ്റത്തിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് അവരിങ്ങനെ സ്ക്വയർ ഫീറ്റ് കുറച്ച് മുറികളുടെ എണ്ണം കൂട്ടി സാധാരണക്കാരെ പറ്റിക്കുന്ന പുതിയ തന്ത്രമൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇനി നമുക്ക് വളരെ ലളിതമായിട്ട് നഗരത്തിലെ ഒരു ഫ്ലാറ്റും നഗരത്തിൽ നിന്ന് 5-6 കിലോമീറ്റർ അകലെയുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് വീടും തമ്മിൽ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സാമ്പത്തിക മൂല്യം, അപ്രിസിയേഷൻ വേഴ്സസ് ഡിപ്രിസിയേഷൻ. ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ കെട്ടിടത്തിൻ്റെ പഴക്കം കൂടുന്നതിനനുസരിച്ചിട്ട് മൂല്യം ഇടിയുന്നുണ്ട്. ഭൂമിയുടെ അവകാശം തുച്ഛമാണ്. നമ്മുടെ ജീവിതകാലത്ത് ആ ഷെയർ ഉപയോഗിച്ചിട്ട് ലാഭം എടുക്കാനായിട്ടുള്ള ഒരു സാധ്യതയില്ല. അത് വിറ്റ് നിങ്ങൾക്ക് ലാഭമാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഭാവിയിൽ അവിടെ പുതിയ ബിൽഡിംഗ് വരുന്ന സമയത്ത് അതൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. അവിടെ വീടാണെന്നുണ്ടെങ്കിൽ കെട്ടിടത്തിന് പഴക്കം വന്നാലും നിങ്ങൾ നിൽക്കുന്ന ഭൂമിയുടെ വില വർഷം തോറും കൂടും. ലോങ് ടൈം വെൽത്ത് ക്രിയേഷന് ടൗൺ പരിസരത്തെ വീടാണ് എപ്പോഴും മികച്ചത്. ടൗൺ ഒരു 7 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. ഇനി സ്വാതന്ത്ര്യവും സ്വകാര്യതയും, പ്രൈവസി ആൻഡ് ഫ്രീഡം. ഫ്ലാറ്റിന് ഷെയർഡ് വാൾസ് ആണ്. ബഡ്ജറ്റ് ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ അയൽക്കാരൻ ഉറക്കെ സംസാരിച്ചാൽ നിങ്ങളുടെ മുറിയിൽ കേൾക്കാം. മുകളിൽ ഒരാൾ ടോയ്ലറ്റ് ഉപയോഗിച്ചിട്ട് ഫ്ലഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സൗണ്ട് നമ്മുടെ ബാത്റൂമിൽ ഇങ്ങനെ കേൾക്കാനായിട്ട് പറ്റുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് പെറ്റ്സ് ഒക്കെ ഉണ്ട്,
അതിനെ വളർത്തണമെന്നുണ്ടെങ്കിലും ബാൽക്കണി അല്ലെങ്കിൽ പാർക്കിംഗ് ഇവിടെയൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നതിനും അസോസിയേഷൻ്റെ 100 അനുമതികൾ വേണം. ഞാനൊരു ഫ്ലാറ്റ് ഇങ്ങനെ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് നിന്ന സമയത്താണ് ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയത്. ഒരു വാഹനം ഇടാനായിട്ടുള്ള ഒരു സ്ഥലം അവിടെ ഉള്ളൂ. വൈഫിൻ്റെ കാർ പിന്നെ അവിടെ ഇടും. അതിന് വേറെ ആരെങ്കിലും ഉപയോഗിക്കാത്ത ഫ്ലാറ്റിൻ്റെ ഒരു സ്പേസ് വേണമെങ്കിൽ 1000 രൂപ കൊടുത്തിട്ട് വാടകയ്ക്ക് എടുക്കാമെന്ന് പറയുന്നു. മെയിൻ്റനൻസ് ചാർജ് 3000 രൂപ വേറെ ഉണ്ട് കേട്ടോ. പിന്നെ EV ചാർജിങ്ങിനുള്ള പോസിബിലിറ്റി ഇല്ല. കാരണം കോമൺ ഏരിയക്കടെ ലൈൻ വലിച്ചിട്ട് നമ്മുടെ പാർക്കിങ്ങിലേക്ക് കറണ്ട് കൊണ്ടുവരാനായിട്ട് അവിടെയുള്ള എല്ലാ ആളുകളുടെ അനുമതി വേണം. എന്തൊരു കഷ്ടപ്പാടാണ്. നമ്മൾ EV എടുത്തിട്ടുള്ള ആളുകൾ എങ്ങനെ ചാർജ് ചെയ്യും? ഇവിടെ നമുക്ക് വീടാണെന്നുണ്ടെങ്കിൽ 100% ഫ്രീഡം ഉണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മുകളിൽ ഒരു മുറി വേണമെങ്കിൽ കൂട്ടിയെടുക്കാം, മുറ്റത്തൊരു തോട്ടുണ്ടാക്കാം, പൂന്തോട്ടുണ്ടാക്കാം, പൂർണ്ണ സ്വകാര്യത അനുഭവിക്കാം. ഇനി മൂന്നാമതായിട്ട് പരിപാലന ചെലവ്, മെയിൻ്റനൻസ് ആൻഡ് എക്സ്പെൻസസ്. ഫ്ലാറ്റ് ആണെങ്കിൽ നിങ്ങൾ താമസിച്ചാലില്ലെങ്കിലും മാസം തോറും 3000 മുതൽ 5000 രൂപ വരെയൊക്കെ സൊസൈറ്റിക്ക് മെയിൻ്റനൻസ് ചാർജ് നൽകണം. ലിഫ്റ്റ്, സ്വിമ്മിംഗ് പൂൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾക്ക് നിർബന്ധമാണ്. എല്ലാ അറ്റകുറ്റപ്പണികളും നല്ല ഫ്ലാറ്റുകളിൽ പക്കയാണ്. സ്ഥിരം ജോലിക്കാരുണ്ട്. വീടാണെന്നുണ്ടെങ്കിൽ മാസപ്പടി ചാർജുകളൊന്നുമില്ല. എപ്പോൾ പണി വരുന്നോ അപ്പോൾ മാത്രം കയ്യിൽ നിന്ന് ചിലവാക്കിയാൽ മതി. പൂർണ്ണ നിയന്ത്രണം നമ്മുടെ കയ്യിലാണ്. പക്ഷേ പണി വന്നാൽ പണിക്കാരുടെ കാല് പിടിക്കണം, ചൂഷണം നേരിടേണ്ടി വരും. നഗരത്തിൽ പണിക്കാരെ കിട്ടാൻ പെടാപ്പാട് വിടും. ഫ്ലാറ്റിൽ സ്ഥിരം പണിക്കാരുണ്ടല്ലോ. ഇനി നാലാമത്തേത് സുരക്ഷയും സൗകര്യങ്ങളും, സെക്യൂരിറ്റി ആൻഡ് അമ്യൂണിറ്റീസ്. ഇവിടെയാണ് ഫ്ലാറ്റ് വിജയിക്കുന്നത്. 24/7 സെക്യൂരിറ്റി, CCTV, ക്ലബ് ഹൗസ്, ജിം എന്നിവ സാധാരണക്കാരന് കുറഞ്ഞ ചിലവിൽ ഫ്ലാറ്റിൽ ലഭിക്കും. പ്രായമായിട്ടുള്ള മാതാപിതാക്കളെയൊക്കെ നാട്ടിലേക്ക് പോകുന്നവർക്ക് ഫ്ലാറ്റാണ് ബെറ്റർ. ആരെങ്കിലുമൊക്കെ അന്വേഷിക്കാനുണ്ടാവുമല്ലോ. ലിഫ്റ്റ് ഉണ്ട്, ഫുൾ ടൈം ആളുകളുണ്ട് സഹായത്തിന്. അപ്പം അവർക്ക് വൈകിട്ട് ഇറങ്ങി നടക്കാനായിട്ടുള്ള സൗകര്യങ്ങളും കൂടെ ഉള്ളൊരു ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ബെറ്ററാണ്. അതേസമയത്ത് വീടാണെന്നുണ്ടെങ്കിൽ സുരക്ഷ നമ്മൾ സ്വന്തമായിട്ട് ഒരുക്കണം. CCTVയും വലിയ കോമ്പൗണ്ട് വാളൊക്കെ സ്ഥാപിക്കാനായിട്ട് വലിയ തുക നിങ്ങൾക്ക് ചിലവാകും. ജിമ്മും പൂളും ഒക്കെ സ്വന്തമായിട്ട് സാധാരണക്കാരൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നടപടിയാവുന്ന ഒരു കാര്യമൊന്നുമല്ല. അതോടൊപ്പം ഫ്ലാറ്റിൻ്റെ മറ്റൊരു വലിയ സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെൻറ്റിന് കൊടുക്കാൻ വളരെ എളുപ്പമാണ്. വീട് റെൻറ്റിന് പോകുന്നതിനേക്കാളും നല്ല റേറ്റിലും പെട്ടെന്ന് ഫ്ലാറ്റ് റെൻറ്റിന് പോകും. അസോസിയേഷൻ ആൻഡ് കെയർ ടേക്കറൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ഇടം വളരെ സേഫാണ്. വീടാണെങ്കിൽ വാടകയ്ക്ക് ആളെ കിട്ടാൻ പാടാണ്. പലപ്പോഴും പിന്നെ വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ വീട് നശിപ്പിക്കുന്ന ആളുകളെ കാണുന്നുണ്ടെങ്കിൽ എല്ലാം മൊത്തത്തിൽ നഷ്ടത്തിൽ കലാശിക്കും. കേരളത്തിലെ ചെറിയ നഗരങ്ങളിൽ പോലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന നിലയിൽ കുറഞ്ഞ തുക മുടക്കിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലുള്ള ഫ്ലാറ്റൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് നല്ലൊരു മാസ വരുമാനമൊക്കെ വാടകയിലൂടെ ലഭിക്കുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവിൽ അത് ഓക്കെയാണ്. കാരണം കോട്ടയത്തോ പത്തനംതിട്ടയിലോ തിരുവല്ലയിലോ താൽക്കാലികമായിട്ട് ജോലിക്ക് വരുന്ന ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനോ IT പ്രൊഫഷണലിനോ അതൊരു 900 സ്ക്വയർ ഫീറ്റ് ഫ്ലാറ്റാണോ 1200 സ്ക്വയർ ഫീറ്റ് ഫ്ലാറ്റാണോ എന്ന കാര്യത്തിലൊന്നും വലിയ നിർബന്ധമില്ല. അവർ വീക്കെൻഡിൽ വീട്ടിൽ പോകുന്ന ആളുകളാണ്. ഉറങ്ങാനായിട്ട് മാത്രമേ ഫ്ലാറ്റിലേക്ക് വരാറുള്ളൂ. പക്ഷേ കുടുംബമായിട്ട് നമ്മൾ സ്ഥിരതാമസമാക്കുമ്പോഴാണ് പ്രശ്നം. വാടകക്കാർക്ക് പലപ്പോഴും ടൗണിൽ സുരക്ഷിതമായിട്ടുള്ളൊരു താമസം വേണമെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് 900 സ്ക്വയർ ഫീറ്റിനും 1200 സ്ക്വയർ ഫീറ്റിനും മാർക്കറ്റിൽ വലിയ വ്യത്യാസമില്ലാത്ത ഒരേ വാടക തന്നെയാണ് പലപ്പോഴും ലഭിക്കുന്നത്. ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ വലിയ റിട്ടേണും ഒരു പ്യുവർ ബിസിനസ് കാൽക്കുലേഷനിലും നോക്കുന്ന സമയത്ത് ആ ബഡ്ജറ്റ് ഫ്ലാറ്റുകൾ മികച്ചതാണ്. പക്ഷേ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഇതൊരു ഇൻവെസ്റ്റർക്ക് അല്ലെങ്കിൽ ഒന്നിലധികം വീടുകളുള്ള പണക്കാർക്ക് മാത്രം നല്ലതാണ്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ആയുസിന്റെ സമ്പാദ്യവും വിയർപ്പും ലോൺ അടച്ച് തീർത്ത് സ്ഥിരതാമസമാക്കാൻ ഒരുങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ 700, 800, 900 സ്ക്വയർ ഫീറ്റ് ഫ്ലാറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ തെറ്റായിട്ടുള്ള തീരുമാനമായിരിക്കും. കാരണം കുട്ടികൾ വളരുമ്പോൾ, പ്രായമായിട്ടുള്ള മാതാപിതാക്കൾ ഒപ്പം താമസിക്കാൻ വരുമ്പോൾ ഈ ഇടുങ്ങിയ സ്പേസ് നിങ്ങളെ ശ്വാസം മുട്ടിക്കും. വിൽക്കാൻ നോക്കിയാൽ വില കിട്ടത്തില്ല. മാറാൻ നോക്കിക്കഴിഞ്ഞാൽ ലോൺ ബാധ്യതകൾ നിങ്ങളുടേത് തീരത്തില്ല. നിങ്ങൾ ആ കോൺക്രീറ്റ് കൂടിനുള്ളിൽ ജീവപര്യന്തം തടവിലാക്കപ്പെടും. ഇതിനർത്ഥം കേരളത്തിലെ അല്ലെങ്കിൽ ടയർ 3 നഗരങ്ങളിലെ എല്ലാ ബിൽഡർമാരും ഇങ്ങനെ കുടിസ് ഫ്ലാറ്റ് ഉണ്ടാക്കുന്ന ആളുകളാണ് എന്നുള്ളതല്ല. കോട്ടയത്തും തൃശ്ശൂരും തിരുവനന്തപുരത്തും ഒക്കെ വളരെ മാന്യമായിട്ട് ബിസിനസ് ചെയ്യുന്ന നല്ല ബിൽഡർമാരുണ്ട്. അവർ കൃത്യമായ വലിപ്പമുള്ള 1200, 1100 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉള്ള നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന കൃത്യമായ സ്പേസ് യൂട്ടിലൈസേഷനുള്ള ഫ്ലാറ്റുകൾ നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായും അത്തരം നല്ല പ്രൊജക്റ്റുകൾക്ക് വില അല്പം കൂടുതലായിരിക്കും. അവിടെയാണ് സാധാരണക്കാർ വീണ്ടും ചതിക്കപ്പെടുന്നത്. വില കുറഞ്ഞത് നോക്കി പോകുന്ന സമയത്ത് അവർ ബിൽഡർമാരുടെ കാൽക്കുലേറ്റഡ് ചതികളിൽ പെട്ടുപോകുന്നു. ചെറിയ വിലയ്ക്ക് 3 BHK തരാമെന്നൊക്കെ പറയുന്ന പരസ്യങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ അനൂപിനെ പോലെ ചുവരുകൾ മാത്രം കാണുന്ന കോൺക്രീറ്റ് പെട്ടിയിൽ നിങ്ങൾ ചെന്നെത്തും. നിങ്ങളൊരു ഫ്ലാറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ലോബികളുടെ കെണിയിൽ പെടാതിരിക്കാൻ ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ഡയറിയിൽ കൃത്യമായിട്ട് ഇപ്പോൾ തന്നെ ഒന്ന് കുറിച്ച് വെക്കുക. 1. കാർപ്പറ്റ് ഏരിയ മാത്രം നോക്കുക. സൂപ്പർ ബിൽറ്റപ്പ് ഏരിയയുടെ പരസ്യങ്ങളിൽ വീഴരുത്. നിങ്ങളുടെ മുറിക്കുള്ളിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കാൽ വെക്കാൻ കിട്ടുന്ന സ്ഥലമാണ് കാർപ്പറ്റ് ഏരിയ. അത് എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ഒരു 3 BHK ഫ്ലാറ്റിന് കുറഞ്ഞത് 1100 സ്ക്വയർ ഫീറ്റ് എങ്കിലും കാർപ്പറ്റ് ഏരിയ ഉണ്ടായിരിക്കണം. 900 സ്ക്വയർ ഫീറ്റിലെ 3 BHK ഒരു കെണിയാണ്. രണ്ടാമത് UDS കൃത്യമായിട്ട് കണക്കാക്കുക. ആകെ ഭൂമിയിൽ എത്ര സെന്റ് സ്ഥലം നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കിട്ടുമെന്ന് ആധാരത്തിൽ എഴുതി വാങ്ങുക. UDS കൂടുന്തോറും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന് സെക്യൂരിറ്റി കൂടും. കെട്ടിടം തകർന്നാലും ഭൂമി നിങ്ങളുടേതായിട്ട് അവശേഷിക്കുമല്ലോ. മൂന്നാമതായിട്ട് വെന്റിലേഷനും ഡിസ്റ്റൻസും. ഫ്ലാറ്റിന്റെ ജനലുകൾ തുറന്നാൽ മറ്റൊരു ഫ്ലാറ്റിന്റെ ചുവരല്ല കാണേണ്ടത്. 2 ടവറുകൾ തമ്മിൽ കൃത്യമായിട്ടുള്ള അകലുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. പ്രകൃതിദത്തമായിട്ടുള്ള വെളിച്ചവും കാറ്റും എല്ലാ മുറികളിലും ലഭിക്കുന്നുണ്ട് എന്നുള്ളത് സൈറ്റ് സന്ദർശിച്ച് ഉറപ്പുവരുത്തുക. നാലാമതായി ലോങ് ടൈം റീസെയിൽ വാല്യൂ നോക്കുക.
ടയർ 3 നഗരങ്ങളിലെ ഫ്ലാറ്റുകളുടെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് വളരെ പരിതാപകരമാണ്. അതുകൊണ്ട് ഡിപ്രിസിയേഷൻ കണക്കിലെടുത്ത് മാത്രം പണം മുടക്കുക. സ്ഥിരതാമസത്തിനാണ് എന്നുണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റിനേക്കാൾ നല്ലത് ടൗണിന് തൊട്ടുപുറത്ത് സ്വന്തമായിട്ടുള്ള ഒരു ചെറിയ വീട് സ്ഥലമൊക്കെ വാങ്ങുന്നതാണ്. അല്ല റെന്റലിംഗോ ആണ് നോക്കുന്നത്, തൽക്കാലം താമസം നോക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ യൂസ്ഡ് ഫ്ലാറ്റൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അഞ്ചാമതായിട്ട് റെറ അംഗീകാരവും മുൻകാല ചരിത്രവും പരിശോധിക്കുക. ബിൽഡർ പ്രൊജക്ട് റെറ അംഗീകൃതമാണോ എന്നുള്ളത് വെബ്സൈറ്റ് വഴി പരിശോധിക്കുക. ബ്രാൻഡിൻ്റെ പരസ്യ വലുപ്പത്തിലല്ല, അവർ മുൻപ് ചെയ്ത പ്രൊജക്റ്റുകളിലെ താമസക്കാരുമായിട്ട് നേരിട്ട് സംസാരിക്കുക. അവിടെ മെയിൻ്റനൻസ് എങ്ങനെയാണ്, ബിൽഡിംഗ് ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളത് നേരിട്ട് ചോദിച്ചറിയുക. നാട്ടുകാരുമായിട്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ, ഇതിൻ്റെ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, വെള്ളം ലഭ്യത എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ചോദിച്ചൊന്ന് മനസ്സിലാക്കുക. ഞാൻ മുന്നേ പറഞ്ഞ കഥയിലെ പോലെ അനൂപിനെയും പോലെ രാപ്പകൽ കഠിനാധ്വാനം ചെയ്യുന്ന സാധാരണക്കാരുടെ വിയർപ്പിൻ്റെയും രക്തത്തിൻ്റെയും വിലയാണ് ഈ 50 ലക്ഷം 60 ലക്ഷം ഒക്കെ. ഫ്ലാറ്റ് സംസ്കാരം പ്രകൃതിക്കും ഭൂമി സംരക്ഷണത്തിന് നല്ലതാണ് എന്നുള്ളതിൽ തർക്കമില്ല. പക്ഷെ അതിൻ്റെ മറവിൽ നടക്കുന്ന ഇടുങ്ങിയ കോൺക്രീറ്റ് കൂടുകളുടെ വിൽപ്പനയും സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അറിവില്ലായ്മ ചൂഷണം ചെയ്യുന്ന ഒരു രീതിയും ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റുന്നൊന്നുമല്ല. പരസ്യങ്ങളിലെ മോഹന വാഗ്ദാനങ്ങളിൽ വീഴുന്നതിന് മുൻപ് കൃത്യമായ പഠനവും സാമ്പത്തിക ബോധ്യവും നമുക്കുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ആയുസിൻ്റെ സമ്പാദ്യം മുഴുവൻ മറ്റൊരു ടവറിൻ്റെ കോൺക്രീറ്റ് ചുവരിലേക്ക് നോക്കി ഒരു ചെറിയ മുറിക്കുള്ളിൽ നിങ്ങൾക്ക് തീർക്കേണ്ടി വരും. ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക. ഈ വീഡിയോ ഉറപ്പായിട്ടും ഒരു വീടൊക്കെ സ്വപ്നം കാണുന്ന ആളുകൾക്ക്, ഒരു ഫ്ലാറ്റ് വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ക്രെഡിറ്റ് കാർഡുകളൊക്കെ നോക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിലും ലിങ്കുകൾ ഇട്ടിട്ടുണ്ട്.